ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീംസ് വിത്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ബൈ യൂസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. രണ്ട് എൻഡ്സും ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന കണ്ടിന്യൂസ് ബീംസ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം കൺസിഡർ ചെയ്യാം. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ ബൈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഇവിടെ ഒരു 3 സ്പാൻ കണ്ടിന്യൂസ് ബീം തന്നിട്ടുണ്ട്. ഈ കണ്ടിന്യൂസ് ബീം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാം. ആൻഡ് ഓൾസോ യു നീഡ് ടു ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ബീമിന്റെ രണ്ട് എൻഡ്സും ഹിഞ്ച്ഡ് ആണ്. ദാറ്റ് ഈസ് എൻഡ് എ ആൻഡ് എൻഡ് ഡി ഇസ് ഹിഞ്ച്ഡ്. സോ ഇങ്ങനെ രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന കണ്ടിന്യൂസ് ബീംസിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിന്റെ അനാലിസിസ് പ്രൊസീജിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് fixed end moment calculation. Second step, compute the distribution factor. Third, draw a distribution table and find the final moments. Then last, draw the bending moment diagram. So, ഈ same analysis procedure use ചെയ്താണ് ഈ problem നമ്മൾ solve ചെയ്യാനായി പോകുന്നത്. So, നമുക്ക് സൊല്യൂഷനിലോട്ട് കടക്കാം. First step, fixed end moment calculation. ഓരോ സ്പാനായി കൺസിഡർ ചെയ്യുക. ഓരോ സ്പാനിലെയും ലോഡിന് കറസ്പോണ്ടിങ് ആയി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് എ ബി എന്ന സ്പാൻ കൺസിഡർ ചെയ്യുക. എ ബി എന്ന സ്പാൻ ത്രൂ ഔട്ട് യു ഡി എൽ ആണ് ക്യാരി ചെയ്യുന്നത്. സോ എം എഫ് എ ബി ഇസ് മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12 ആൻഡ് എം എഫ് ബി എ ഇസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12. ഇക്വേഷൻസിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിമിലർലി ബി സി എന്ന സ്പാൻ സെൻട്രൽ പോയിന്റിലൂടെയാണ് ക്യാരി ചെയ്യുന്നത്. സോ എം എഫ് ബി സി ഇസ് മൈനസ് ഡബ്ല്യു എൽ ബൈ 8 ആൻഡ് എം എഫ് സി ബി ഇസ് ഡബ്ല്യു എൽ ബൈ 8. ഇക്വേഷൻസിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ദെൻ കൺസിഡർ സ്പാൻ സി ഡി. സി ഡി എന്ന സ്പാനിൽ എക്സെൻട്രിക് പോയിന്റിലൂടെയാണ് ക്യാരി ചെയ്യുന്നത്. സോ എം എഫ് സി ഡി ഇസ് മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ and MFDC is WBA square by L square. Equations value substitute ya, simplify ya. So first step fixed end moments namal calculate ചെയ്ത് കഴിഞ്ഞു. Then second step find the distribution factor. കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ പറഞ്ഞതുപോലെ ഹിഞ്ച്ഡ് ജോയിന്റ്സിലെ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഫിഗർ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 4 ഹിഞ്ച്ഡ് സപ്പോർട്ട്സ് വരുന്നുണ്ട്. എ, ബി, സി ആൻഡ് ഡി. സോ ഈ 4 ഹിഞ്ച്ഡ് ജോയിന്റ്സിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായി ഡ്രോ ദി ടാബുലാർ കോളം വിച്ച് ഇൻക്ലൂഡ്സ് ജോയിന്റ്സ്, മെമ്പേഴ്സ്, സ്റ്റിഫ്നെസ് കെ, സിഗ്മ കെ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. Then ഓരോ ജോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കൺസിഡർ ജോയിന്റ് എ. ജോയിന്റ് എ ഹിഞ്ച്ഡ് ആണ്. ജോയിന്റ് എയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പർ എ ബി. എ ബിയിലെ സ്റ്റിഫ്നെസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, എ ബിയിലെ എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ്. എ എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ്. ബി മിഡിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഫിക്സ്ഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ ബിയിലെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 4EI by L. ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. എ എന്ന ജോയിന്റിൽ എ ബി എന്ന മെമ്പർ മാത്രമേ ഉള്ളൂ. സോ സിഗ്മ കെ വിൽ ബി ഈക്വൽ ടു കെ. ദെൻ ഫൈൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. യു വിൽ ഗെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആസ് 1. ദെൻ അടുത്ത ഹിഞ്ച്ഡ് ജോയിന്റ് കൺസിഡർ ചെയ്യുക, ജോയിന്റ് പി. Joint B യിൽ meet ചെയ്യുന്ന members BA and BC. BA എന്ന span consider ചെയ്യുക.
BA എന്ന സ്പാനിൽ B ഫിക്സ്ഡ് ആണ്, ബട്ട് A is hinged. A end support ആണ്, hinged ആണ്. So end hinge supportsനെ നമ്മൾ hinged ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ BA യിലെ stiffness will be 3EI by L. Okay. A hinged ആണ്, B fixed ആണ്. So BA യിലെ stiffness 3EI by L, equational value substitute ചെയ്യാം. Then consider member BC. BC എന്ന member consider ചെയ്യാം. BC എന്ന spanൽ B middle hinge support ആണ്. So it is assumed as fixed. Again C also middle വരുന്ന hinge support ആണ്. So C is assumed as fixed. So BC യിലെ stiffness calculate ചെയ്യാനുള്ള formula 4EI by L, equational value substitute ചെയ്യുക, simplify ചെയ്യുക. Then BA and BC രണ്ട് മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ്സിന്റെ സം സിഗ്മ K കാൽക്കുലേറ്റ് ചെയ്യുക. Then ഓരോ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. BA യുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് BA യുടെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സിഗ്മ K ചെയ്യുക. You will get distribution factor as 0.5 for member BA. Similarly, distribution factor for BC calculate here. Again, distribution factor for BC is given as 0.5. Okay. So, B എന്ന jointൽ meet ചെയ്യുന്ന രണ്ട് മെമ്പേഴ്സിന്റെയും distribution factor നമ്മൾ calculate ചെയ്തു. Next, അടുത്ത joint C consider ചെയ്യുക. C എന്ന jointൽ meet ചെയ്യുന്ന members CB and CD. First, CB consider ചെയ്യുക. CB എന്ന സ്പാനിലെ B fixed ആണ്, C യും assumed as fixed. So CB യിലെ stiffness is 4EI by L, equational value substitute ചെയ്യുക, simplify ചെയ്യുക. Then CD എന്ന member consider ചെയ്യുക. CD എന്ന memberലെ C hinged ആണ്, D end hinged support ആണ്. So it is taken as hinged. അങ്ങനെയാണെങ്കിൽ CD യിലെ stiffness will be 3EI by L. Equational value substitute ചെയ്യുക, simplify ചെയ്യുക. Then C എന്ന jointൽ meet ചെയ്യുന്ന മെമ്പേഴ്സിന്റെ സ്റ്റിഫ്നെസ്സിന്റെ സം സിഗ്മ K കാൽക്കുലേറ്റ് ചെയ്യുക. Then ഓരോ മെമ്പറിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക by using formula K by sigma K. So CB യിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് CB യിലെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സിഗ്മ K, which is obtained as 0.625. Then CD യിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.375. Then next അടുത്ത joint consider ചെയ്യുക. Joint D. D എന്ന jointൽ meet ചെയ്യുന്ന member DC. DC യിലെ D hinged ആണ്, but C is fixed and hence DC യിലെ stiffness can be calculated by using the formula 4EI by L, equational value substitute ചെയ്യുക, simplify ചെയ്യുക. D ഒറ്റ മെമ്പറേ വരുന്നുള്ളൂ. So D എന്ന jointൽ meet ചെയ്യുന്ന മെമ്പറിന്റെ സ്റ്റിഫ്നെസ്സും സിഗ്മ Kയും സെയിം തന്നെയാണ്. So distribution factor will be 1. Okay. So ഓരോ jointലും meet ചെയ്യുന്ന മെമ്പേഴ്സിന്റെ distribution factor നമ്മൾ calculate ചെയ്യും. Then next step is draw the distribution table. First distribution table mark ചെയ്യുക. A എന്ന hinged jointൽ ഒറ്റ മെമ്പറേ ഉള്ളൂ. സോ ഒരു മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാനായിട്ട് ഒരു ബോക്സ് മാർക്ക് ചെയ്തു. B എന്ന jointൽ രണ്ട് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ് ബിയിൽ വെർട്ടിക്കൽ ലൈൻ വരച്ചു, രണ്ട് ബോക്സ് മാർക്ക് ചെയ്തു, രണ്ട് മെമ്പേഴ്സിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാൻ. സിമിലർലി സിയിലും രണ്ട് മെമ്പേഴ്സ് വരുന്നുണ്ട്. സോ അവിടെയും ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, രണ്ട് ബോക്സസ് മാർക്ക് ചെയ്തു, രണ്ട് മെമ്പേഴ്സിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാൻ. ഡിയിൽ ഒറ്റ മെമ്പറേ വരുന്നുള്ളൂ. സോ ഒറ്റ മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാനായിട്ട് ബോക്സ് വരച്ചു. Then next ഓരോ ജോയിന്റ് ആയിട്ട് എടുത്തെഴുതുക. A, B, C and D. Then next distribution factor. ഓരോ ജോയിന്റിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതുക. Then next step ഓരോ എൻഡിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എഴുതുക. Then അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എഴുതി കഴിഞ്ഞാൽ ഓരോ ജോയിന്റ് ആയിട്ട് ബാലൻസ് ചെയ്യുക. എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന ബീംസിൽ നമ്മൾ ആദ്യം എൻഡ് ഹിഞ്ച്ഡ് സപ്പോർട്ട്സ് ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞാണ് മിഡിൽ സപ്പോർട്ട്സ് ബാലൻസ് ചെയ്യുന്നത്. സോ ഇവിടെ എ എന്ന സപ്പോർട്ടും ഡി എന്ന എൻഡ് സപ്പോർട്ടും ഹിഞ്ച്ഡ് ആണ്. സോ എ ആൻഡ് ഡി ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബി ആൻഡ് സി ബാലൻസ് ചെയ്യുന്നത്. സോ ഞാൻ
ഫസ്റ്റ് എ ആൻഡ് ബി ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് 28.8 ആണ്. ഡിയിലാകെ ഒറ്റ മൊമെന്റേ ഉള്ളൂ. സിമിലർലി എയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് -15. ഡിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് 28.8 ആണെങ്കിൽ ബാലൻസിങ് മൊമെന്റ് എന്തായിരിക്കും? -28.8. അങ്ങനെയാണെങ്കിൽ ഡി സിയിലെ ബാലൻസിങ് മൊമെന്റ് എന്തായിരിക്കും? -28.8 into 1 -28.8. Similarly, എയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് -15 ആണ്. അങ്ങനെയാണെങ്കിൽ ബാലൻസിങ് മൊമെന്റ് will be 15. So, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എ എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന എ ബി എന്ന മെമ്പറിൽ നമ്മൾ ഈ ബാലൻസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. 15 into 1, that is 15. Okay, so എയിലെ ബാലൻസിങ് മൊമെന്റ് 15, അതുപോലെ ഡിയിലെ ബാലൻസിങ് മൊമെന്റ് -28.8. അപ്പോൾ നമ്മൾ എ ആൻഡ് ഡി ബാലൻസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? എ ആൻഡ് ഡിയിലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് ബിയിലും സിയിലോട്ടും ക്യാരി ഓവർ ചെയ്യുക. അതായത് എ ബിയിലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് ബി എയിലോട്ട് ക്യാരി ഓവർ ചെയ്യും. അതുപോലെ ഡി സിയിലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് സി ഡിയിലോട്ട് ക്യാരി ഓവർ ചെയ്യും. സോ 28.8ന്റെ ഹാഫ് ആണ് സി ഡിയിലോട്ട് ക്യാരി ഓവർ ആവുന്നത്, ദാറ്റ് ഈസ് -14.4. അതുപോലെ 15ന്റെ ഹാഫ് ആണ് ബി എയിലോട്ട് ക്യാരി ഓവർ ആകുന്നത്, ദാറ്റ് ഈസ് 7.5. ഓക്കെ, അപ്പോൾ എൻഡ് ഹിഞ്ച്ഡ് സപ്പോർട്ട്സ് ആയ എ ആൻഡ് ഡി ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ചെയ്തു. ഇനിയാണ് നമ്മൾ ജോയിന്റ് ബി ആൻഡ് സി ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ജോയിന്റ് ബിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് ആൻഡ് ജോയിന്റ് സിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ജോയിന്റ് ബിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് 15 -20 plus 7.5, that is 2.5. Then unbalanced moment at C is 20 minus 19.2 minus 14.4, that is minus 13.6. So ബിയിലെയും സിയിലെയും unbalanced moment കിട്ടി. ബിയിലെ unbalanced moment 2.5 ആണെങ്കിൽ ബാലൻസിങ് മൊമെന്റ് എന്തായിരിക്കും? -2.5. സോ ഈ ബാലൻസിങ് മൊമെന്റിനെ ബി എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന രണ്ട് മെമ്പേഴ്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ -2.5 into 0.5 will give you the balancing moment at BA, and -2.5 into 0.5 will give you the balancing moment at BC. Similarly, unbalanced moment at C -13.6 ആണ്. അങ്ങനെയെങ്കിൽ balancing moment at C will be 13.6. So ഈ balancing momentനെ C എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന രണ്ട് മെമ്പേഴ്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. So 13.6 into 0.625 will give you balancing moment at CB, that is 8.5, and 13.6 into 0.375 will give you the balancing moment at CD, which is obtained as 5.1. Okay, so joint B and C balance ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഈ ബാലൻസ് ചെയ്തതിന്റെ ഹാഫ് ഫാർ ഫിക്സ്ഡ് എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ക്യാരി ഓവർ. ക്യാരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബി എയിലെ ബാലൻസിങ് മൊമെന്റ് എ ബിയിലോട്ട് ക്യാരി ഓവർ ആകില്ല, കാരണം എൻഡ് എ ഈസ് ടേക്കൺ ആസ് ഹിഞ്ച്. അതുപോലെ സി ഡിയിലെ ബാലൻസിങ് മൊമെന്റ് ഡി സിയിലോട്ട് ക്യാരി ഓവർ ആവില്ല, കാരണം എൻഡ് ഡി ഇസ് കൺസിഡേർഡ് ആസ് ഹിഞ്ച്ഡ്. അപ്പോൾ ക്യാരി ഓവർ വരുന്നത് ബി സിയിലെ ബാലൻസിങ് മൊമെന്റ് സി ബിയിലോട്ടും സി ബിയിലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് ബി സിയിലോട്ടും ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, സോ ബി സിയിലെ ബാലൻസിങ് മൊമെന്റ് ആയ -1.25ന്റെ ഹാഫ് -0.625 സി ബിയിലോട്ട് ക്യാരി ഓവർ ആവും. അതുപോലെ സി ബിയിലെ ബാലൻസിങ് മൊമെന്റ് 8.5ന്റെ ഹാഫ് 4.25 ബി സിയിലോട്ട് ക്യാരി ഓവർ ആവും. സോ ഫസ്റ്റ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ജോയിന്റ് ബി ആൻഡ് സി ചെക്ക് ചെയ്യുക. ഓൾറെഡി ജോയിന്റ് എ ആൻഡ് ബി ബാലൻസ്ഡ് ആണ്, അപ്പോൾ അവിടോട്ട് പോകേണ്ട ആവശ്യമില്ല. ജോയിന്റ് ബി ആൻഡ് സി ചെക്ക് ചെയ്യുക. അഗൈൻ ജോയിന്റ് ബി ആൻഡ് സി അൺബാലൻസ്ഡ് ആണ്, സോ റിപ്പീറ്റ് ദിസ് cycle. Okay, so again joint B balance ചെയ്യുക. joint B യിലെ unbalanced moment 4.25 ആണ്. അങ്ങനെയെങ്കിൽ B യിലെ balancing moment will be -4.25. B എന്ന joint മീറ്റ് ചെയ്യുന്ന രണ്ട് മെമ്പറിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Similarly, C യിലെ unbalanced moment is -0.625. So balancing moment will be 0.625. C എന്ന joint മീറ്റ് ചെയ്യുന്ന രണ്ട് മെമ്പേഴ്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Okay, so 4.25 into 0.5 will give you the balancing moment at BA, and -4.25 into 0.5
will give you the balancing moment at BC. Similarly, 0.625 into 0.625 will give you the balancing moment at CB, and 0.625 into 0.375 will give you the balancing moment at CD. So balancing ചെയ്തു കഴിഞ്ഞാൽ next step is carry over. Balancing moment in the far fixed end ലോട്ട് carry over ചെയ്യാം. So first carry over കഴിഞ്ഞു. So cycle 2 complete ആയി. Again നമ്മുടെ joint B and C unbalanced ആണ്. So next എന്ത് ചെയ്യാം, ഞാനിവിടെ 2 സൈക്കിളെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ ബാലൻസിൽ കൂടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. സോ ഞാൻ തേർഡ് ബാലൻസിങ്ങിലോട്ട് പോവുകയാണ്. ബിയിലെയും സിയിലെയും അൺബാലൻസ്ഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ബാലൻസിങ് മൊമെന്റ് ജോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ തേർഡ് ബാലൻസ് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം തേർഡ് ബാലൻസിങ്ങിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മൊമെന്റ്സ് നിയർലി 0.1, 0.67, 0.4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 0യോട് അടുക്കാണ്. സോ ഞാൻ തേർഡ് ബാലൻസിങ്ങിൽ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർത്ത് ബാലൻസിങ് ചെയ്യാം. ഞാനിവിടെ തേർഡ് ബാലൻസിങ്ങിൽ സ്റ്റോപ്പ് ചെയ്തു. സോ തേർഡ് ബാലൻസിങ്ങിൽ ഞാൻ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഓരോ എൻഡിലെയും മൊമെന്റ്സിന്റെ സം എടുക്കുക. സം ഓഫ് മൊമെന്റ്സ് വിൽ ഗിവ് യു ദി ഫൈനൽ മൊമെന്റ്സ്. ഓക്കെ, ഓരോ എൻഡിലെയും മൊമെന്റ്സിന്റെ സം ആയിരിക്കും ആ എൻഡിലെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ഹിഞ്ച്ഡ് എൻഡ് സപ്പോർട്ട് ആണ്, അതുപോലെ ഡിയും ഹിഞ്ച്ഡ് എൻഡ് സപ്പോർട്ട് ആണ്. സോ ഈ രണ്ട് എൻഡിലെ മൊമെന്റ്സ് 0 ആയിരിക്കും. Then next final moments ഒക്കെ ഒന്ന് എടുത്തെഴുതുക. MAB, MBA, MBC, MCB, MCD and MDC. So final moments എടുത്തെഴുതി കഴിഞ്ഞാൽ last draw the bending moment diagram. So statically indeterminate ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ bending moment diagram is the difference between final moment diagram and free moment diagram. Final moment diagramത്തിന്റെയും free moment diagramത്തിന്റെയും ഡിഫറൻസ് ആണ് ആക്ച്വൽ bending moment diagram എന്ന് പറയുന്നത്. So draw the bending moment diagram. Okay. ഇങ്ങനെയാണ് രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന കണ്ടിന്യൂസ് ബീംസ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. സോ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.